വിശ്വനാഥന്റെ വീടിന്റെ മുന്നിലേക്ക് ഒരു ആഡംബര ബൈക്ക് വന്നു നിന്നു. അതിൽ നിന്ന് ഹെൽമറ്റ് ധരിച്ച ഒരു ചെറുപ്പക്കാരനിറങ്ങി അകത്തേക്ക് പാഞ്ഞു. നിധി, എവിടെയായിരുന്നു നീ ഇതുവരെ? അവൻ വന്നെന്നറിഞ്ഞതും പുറത്തേക്ക് വന്ന സുജ അല്പം ശബ്ദമുയർത്തി തന്നെ ചോദിച്ചു. സ്റ്റെയർകേസിനരികിലേക്ക് നടന്നെത്തിക്കഴിഞ്ഞിരുന്ന അവൻ പെടുന്നനെ നിന്നു. പിന്നെ കലിപൂണ്ടെന്ന പോലെ തലയിലിരുന്ന ഹെൽമറ്റ് വലിച്ചൂരി അവർക്ക് നേരെ വീശിയിരുന്നു. ആ നിധി! ഒരു നിലവിളിയോടെ സുജ ഒറിഞ്ഞു മാറിയതും അവരുടെ തൊട്ടു പിന്നിലുണ്ടായിരുന്ന അക്വേറിയം വലിയൊരു ശബ്ദത്തോടെ പൊട്ടിച്ചിതറി. ചില്ലി കഷ്ണങ്ങളും ജലവും നിലമാകെ ഒഴുകി പരന്നു. പലതരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങൾ നിലത്ത് കിടന്നു പിടഞ്ഞു. പക്ഷെ അതൊന്നും അവന്റെ കണ്ണിൽ പെട്ടതേയില്ല. അവന്റെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ അപ്പോഴും അത്രമേൽ വെറുപ്പോടെ തന്റെ അമ്മയിൽ മാത്രം തറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇനി മേലാൽ എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കരുത്. വന്നാൽ വീണ്ടും ഇങ്ങനെ എനിക്ക് ഉന്നം പിഴച്ചെന്ന് വരില്ല. ഇത്രയും നാൾ അമ്മയെന്ന് വിളിച്ച നിങ്ങളുടെ നെറുകം തല പിളർന്ന് ചോരയൊഴുകും. അതെന്നെക്കൊണ്ട് ചെയ്യിക്കരുത്. തന്റെ മുന്നിൽ വന്നു നിന്ന് ചുവന്നു കുറുകിയ മിഴികളോടെ പല്ല് ഞെരിച്ച് പറയുന്നവനെ അത്യധികം ഭയത്തോടെയായിരുന്നു സുജ നോക്കിയത്. നിധി, സ്റ്റോപ്പ് ഇറ്റ്. ഇനി ചെല്ലപ്പേരൊന്നും വേണ്ട. നിതിൻ വിശ്വനാഥൻ, വിശ്വനാഥന്റെ മാത്രം മകൻ. അതിനപ്പുറത്ത് ചീഞ്ഞളിഞ്ഞ ഒരു ബന്ധവും എനിക്കിനി വേണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? തന്റെ കണ്ണിന് നേരെ വിരൽ ചൂണ്ടിയവനെ നോക്കി ഒന്ന് തല ചലിപ്പിക്കാൻ പോലും കഴിയാതെ പതറി നിൽക്കാനേ ആ പാവം സ്ത്രീക്ക് അപ്പോൾ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവൻ മുകളിലേക്കുള്ള പടവുകൾ ഓടിക്കയറിപ്പോയിരുന്നു. അപ്പോഴും തന്റെ മകന്റെയും മാറ്റത്തിന്റെ കാരണമറിയാതെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു സുജ. തന്റെ മുറിയിലെത്തി വാതിൽ വലിച്ചടച്ച് ബെഡിലേക്ക് വീഴുമ്പോൾ നിതിന്റെ മനസ്സിലും ആ കാരണത്തിൽ മാത്രം കുരുങ്ങിക്കിടക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് പുതിയ പ്രോജക്റ്റിനുള്ള പ്ലോട്ട് കാണാൻ പോയതായിരുന്നു അവൻ. പ്ലോട്ടൊക്കെ കണ്ട് തിരികെ പോരാൻ തുടങ്ങുമ്പോഴായിരുന്നു ഫോണിലേക്കൊരു കോൾ വന്നത്. ഹലോ, വാട്ട്? കേട്ട വാർത്തയുടെ ഞെട്ടലിൽ അത്രമേൽ തകർന്ന അവസ്ഥയിലായിരുന്നു ഓഫീസിലേക്ക് പാഞ്ഞത്. അച്ഛനുണ്ടോ സാന്ദ്ര? സാർ. ചോദിച്ചിട്ട് അകത്തേക്ക് പോകുന്നവനെ നോക്കി നിൽക്കുമ്പോൾ തന്റെ ആ മറുപടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ലേ എന്നുപോലും ചിന്തിച്ചു പോയിരുന്നു സാന്ദ്ര. അച്ഛാ? ആ, നീ ഇത്ര വേഗം എത്തിയോ? പ്ലോട്ട് നോക്കിയോ? എങ്ങനെയുണ്ട്? അകത്തേക്ക് വന്ന മകനെ കണ്ടതും വിശ്വനാഥൻ ചോദിച്ചു. സബ് രജിസ്റ്റർ ഓഫീസിൽ നിന്നും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. അവൻ അവിടെ എന്തോ ആവശ്യത്തിന് ചെന്നപ്പോൾ നിധ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ പറഞ്ഞു. നിധയോ? എന്തിന്? പുരികം ചുളിച്ച് സംശയഭാവത്തിൽ അയാൾ ചോദിച്ചു. അവൾ ആ കശ്യപ് മഹാദേവനെ കല്യാണം കഴിച്ചെന്ന്. അവൻ കലിയോടെ മുരണ്ടു. പക്ഷേ ആ നേരത്ത് വിശ്വനാഥന്റെ ചുടികളിലൊരു ഗൂഢസ്മിതം സ്ഥാനം പിടിച്ചിരുന്നു. അച്ഛൻ എന്തുവാ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് വാ, നമുക്ക് ചെന്നവനെ തല്ലി കൊന്നിട്ടായാലും അവളെയും പിടിച്ചോണ്ട് വരാം. വേണ്ടടാ, എൻ്റെ ഒരു വെറും വാക്ക് നമുക്ക് ഇത്രയും ഗുണം ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല. അവൾ ജീവിക്കട്ടെടാ, അവൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കട്ടെ. എന്നാലേ അവളുടെ കൈകൊണ്ട് തന്നെ ആ പന്ന മോൻ്റെ ജീവൻ എനിക്ക് എടുക്കാൻ പറ്റൂ. ക്രൂരമായി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു നിതിനപ്പോഴും. അച്ഛനിത് എന്തൊക്കെയായി പറയുന്നത്? നമ്മുടെ നിധിയുടെ ജീവിതം വെച്ചാണോ അച്ഛൻ പ്രതികാരം ചെയ്യാൻ പോകുന്നത്? അച്ഛൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? അയാളുടെ വാക്കുകൾ സൃഷ്ടിച്ച നീരസം മറച്ചു വെക്കാതെ തന്നെ അവൻ ചോദിച്ചു. അതേടാ, നിന്റെ അച്ഛൻ്റെ ഭ്രാന്ത് തുടങ്ങിയിട്ട് കൃത്യമായി പറഞ്ഞാൽ 26 വർഷം കഴിഞ്ഞു. ഇനിയും ആ ഭ്രാന്ത് വച്ചു പൊറുപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതിനെ വേരോടെ പിഴുതെറിയുക തന്നെ വേണം. അതിനു മുമ്പ് എനിക്കവൻ്റെ അടിവേര് തോണ്ടണം, ആ കശ്യപ് മഹാദേവന്റെ. അതിന് ഞാൻ കണ്ടെത്തിയ ആയുധമാണ് ഇത്രയും വർഷത്തെ എൻ്റെ ഭ്രാന്തിൻ്റെ മൂലകാരണമായവൾ. ഇത്രയും വർഷം വെറുപ്പ് മറച്ചു വെച്ച് എൻ്റെ വിലാസം കൊടുത്ത് ചേർത്ത് പിടിച്ചതിനുമുള്ള കൂലിയായിട്ട് കണ്ടാൽ മതി അത്. ഭ്രാന്ത് പിടിച്ചതുപോലെ അയാൾ പുലമ്പിക്കൊണ്ടിരുന്നു. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? നമ്മുടെ നിധ? അവൻ്റെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു. അല്ലടാ, അവൾ നമ്മുടെ നിധയല്ല. എൻ്റെ മകളോ നിന്റെ കൂടപ്പിറപ്പോ അല്ല. നിന്റെ തള്ളയുടെ ജാരസന്തതി മാത്രമാ അവൾ. അവൾ എൻ്റെ താലി സ്വീകരിക്കുമ്പോൾ അവളുടെ വയറ്റില വിഷസന്തതിയും ഉണ്ടായിരുന്നു. അച്ഛാ! ചുറ്റുമുള്ള ഭൂമി പോലും തകർന്നടിയുന്നത് പോലെ തോന്നിയതും നിതിൻ ഒരലർച്ച പോലെ വിളിച്ചു. അതേടാ മോനെ, 26 വർഷം ഞാൻ ഒളിപ്പിച്ചു വെച്ച സത്യമാണ് അവളുടെ ജന്മരഹസ്യം. ഇനി നീ ഇതറിയണം. എന്തിനാണെന്നറിയോ? നമ്മുടെ വഴിയിലെ തടസ്സങ്ങളൊക്കെ വേരോടെ വെട്ടിമാറ്റാൻ അവളെ ഒരായുധമായി ഉപയോഗിക്കുമ്പോൾ കൂടപ്പറപ്പെന്നുള്ള സിമ്പതി നിനക്ക് അവളോട് ഉണ്ടാവാതിരിക്കാൻ. അതുകൊണ്ടാ ഞാനിപ്പോൾ ഇത് നിന്നോട് തുറന്നു പറഞ്ഞത്. ഇതുവരെ ലോകം എൻ്റെ മകളെന്ന് വിശ്വസിച്ച നിതാര വിശ്വനാഥൻ എൻ്റെ മകളല്ല. അപ്പോഴും കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ തകർന്നു നിൽക്കുകയായിരുന്നു നിതിൻ. ഒന്നും രണ്ടുമല്ല, നീണ്ട 24 വർഷങ്ങളാണ് കൂടപ്പിറപ്പായി ചേർത്ത് നിർത്തിയത്. ആ അവളാണ് ഒരു നിമിഷം കൊണ്ട് തൻ്റെ ആരുമല്ലാതായി മാറിയിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾ തങ്ങൾ ജീവിച്ചു തീർത്ത വർഷങ്ങളെയാണോ അതോ ഇപ്പോൾ ജന്മം നൽകിയവൻ നടത്തിയ തുറന്നു പറച്ചിലിനെയാണോ വിശ്വസിക്കേണ്ടതെന്നറിയാതെ കുഴങ്ങിപ്പോയിരുന്നു അവൻ. കണ്ണുകൾ നിറയാൻ വെമ്പി നിൽക്കുന്നു. പക്ഷേ അവയെ ഒന്ന് തുടച്ചു നീക്കി ആശ്വസിപ്പിക്കാൻ പോലും കൈകൾക്ക് ശക്തിയില്ലാത്തതുപോലെ.
മുന്നിൽ സർവ്വതും തകർന്നെന്ന പോലെ നിൽക്കുന്ന മകനെ കണ്ടെങ്കിലും അതിലൊന്നും കുലുങ്ങാതെ നിതാര എന്ന മകളെ വെച്ച് തന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനെ തകർത്തെറിയാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരുന്നു. നിത സത്യങ്ങളൊന്നും അറിയാതെ തന്നെ ഈ അച്ഛന് വേണ്ടി അവൾ തന്നെ അവനെ തകർത്തെറിയുന്ന ദിവസമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. സ്വന്തം ഭാര്യ തന്നെ ഭർത്താവിൻ്റെ അടിവേര് മാന്തും. അത് ഞാനവളെ കൊണ്ട് ചെയ്യിക്കും. അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുലമ്പി. ഇനിയും അവിടെ നിന്നൊന്നും കേൾക്കാൻ കഴിയില്ലെന്ന് തോന്നിയത് നിതിൻ ഒരു കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു. അറിഞ്ഞ സത്യങ്ങളുടെ ഞെട്ടലിൽ നിന്നും ഉടനെയൊന്നും അവൻ മുക്തനാവില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ വിശ്വനാഥനൊട്ടവനെ തടയാനും ശ്രമിച്ചില്ല. തൻ്റെ കുബുതിൽ കശ്യപിൻ്റെ പതനം സ്വപ്നം കണ്ടുകൊണ്ട് ചേറിലേക്ക് ചാരിയിരുന്നു. ഓർമ്മകളിൽ നിന്നും തിരികെ എത്തിയ നിതിൻ കണ്ണുകൾ വലിച്ചു തുറന്നു. അപ്പോഴും നനവാർന്ന കണ്ണുകളെ അമർത്തി തുടച്ചുകൊണ്ട് ചുവരിലേക്ക് നോക്കി. അവിടെ തൻ്റെ പിറകിൽ നിന്ന് കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിലയിലുള്ള നിതയുടെ ഒരു വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഫ്രെയിം ചെയ്തു വെച്ചിരുന്നു. അതിലേക്ക് നോക്കിയതും അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. നീ എൻ്റെ ആരുമല്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുമെടി ചേച്ചി? അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചുണ്ടു വിതുമ്പി കരഞ്ഞുകൊണ്ട് അവൻ മൗനമായി ചോദിച്ചുപോയി. കശ്യപിൻ്റെ കാർ ഫ്ലാറ്റിൻ്റെ താഴെ എത്തുമ്പോൾ തന്നെ കണ്ടു ഗസ്റ്റിൻ്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഭാഗത്ത് കിടക്കുന്ന പാർത്ഥിവിൻ്റെ കാർ. അത് കണ്ടതും കശ്യപിൻ്റെ ചൊടികളിലൊരു പുഞ്ചിരി വിടർന്നു. അവൻ കാർ പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയതും തൻ്റെ കാറിൽ നിന്നും പാർത്ഥിവം പുറത്തേക്കിറങ്ങി. ആഹാ, നീയകത്തിരിക്കുമായിരുന്നോ? കശ്യപ് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആ, ഞാൻ ഫ്ലാറ്റിൽ പോയിരുന്നു. അപ്പോൾ പൂട്ടിയിട്ടിരുന്നുകൊണ്ട് തിരിച്ചു വന്ന് കാറിലിരുന്നതാ. അവൻ ചിരിച്ചു. 1.5 മാസത്തെ ടൂറിൻ്റെ ആവും. എൻ്റെ പുന്നാര ചേട്ടനൊരു കൊഴുപ്പൊക്കെ വന്നിട്ടുണ്ട്. അവൻ്റെ വയറിൽ മുഷ്ടി ചുരുട്ടിയൊരു ഇടി കൊടുത്തുകൊണ്ട് കാശി ചിരിച്ചു. ഓ, നശിപ്പിച്ചു. വീട്ടിൽ ചെന്നിട്ട് അമ്മയെ കൊണ്ടൊന്ന് ഒഴിഞ്ഞിടിയിപ്പിക്കണം. നീ പോടാ നാറി. ആ, അതൊക്കെ പോട്ടെ, നീ ഇങ്ങ് വന്നേ, നിനക്കുള്ള സർപ്രൈസ് കാണിക്കാം. അവനെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കശ്യപ് തൻ്റെ കാറിനടുത്തേക്ക് നടന്നു. തൻ്റെ സൈഡിലെ ഡോർ ഓപ്പൺ ആയതും നിത പതിയെ പുറത്തേക്കിറങ്ങി. ഡാ ചേട്ടാ. മീറ്റ് മൈ സ്വീറ്റ് വൈഫി നിതാര കശ്യപ് മഹാദേവ്. മുന്നിൽ നിൽക്കുന്നവരെ ശ്രദ്ധിക്കാതെ നിന്ന പെണ്ണിനെ തൻ്റെ നെഞ്ചോട് ചേർത്തു പിടിച്ച് കശ്യപ് അവളെ പാർത്ഥിവിന് പരിചയപ്പെടുത്തി കൊടുത്തു. കശ്യപിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത് എന്നതുകൊണ്ട് തന്നെ ആദ്യം ഒരു ഞെട്ടലായിരുന്നു പാർത്ഥിവിൻ്റെ മുഖത്ത് തെളിഞ്ഞതെങ്കിലും പതിയെ അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി. ഇത് ഞാൻ സ്വപ്നം പോലും കാണാത്തൊരു സർപ്രൈസ് ആയിപ്പോയി പൊന്നനിയ. ചിരിയോടെയുള്ള പാർത്ഥിവിൻ്റെ പറച്ചിൽ കേട്ടതും അതുവരെ അവരിരുവരെയും ശ്രദ്ധിക്കാതെ മുഖം കുനിച്ചു നിൽക്കുമായിരുന്ന നിത ആ സ്വരം എവിടെയോ കേട്ടു മറന്നതുപോലെ തോന്നിയതും ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന ആളെ കണ്ടതും നെഞ്ചിലൊരു വെള്ളിടി വെട്ടിയതുപോലെയായിരുന്നു അവൾക്ക് തോന്നിയത്. നിത, ഇതെൻ്റെ ചേട്ടനാ, ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MD പാർത്ഥിവ് മഹാദേവ്. പവിന്ന് വിളിക്കും. കശ്യപിൻ്റെ വാക്കുകൾ കൂടിയായപ്പോൾ അവളുടെ ഞെട്ടൽ പൂർണ്ണമായി. ശ്രമപ്പെട്ടൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് കശ്യപിൻ്റെ കൈ വിടുവിച്ച് അവൾ ധൃതിയിൽ അകത്തേക്ക് പോയി. നീ ഇരിക്ക്, ഞാൻ കോഫി എടുക്കാം. എൻ്റെ ഭാര്യയ്ക്ക് ഇതുവരെ മിസ്സിസ് കശ്യപ് ദേവ് ആയതിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. ഫ്ലാറ്റിലേക്ക് കയറിയതും കളിയായി പറഞ്ഞുകൊണ്ട് കശ്യപ് മുന്നോട്ട് നടക്കാൻ തുടങ്ങും മുമ്പ് തന്നെ അവനെ കടന്ന് നിത കിച്ചണിലേക്ക് നടന്നിരുന്നു. കോഫി ഞാനെടുക്കാം. ആരോടൊന്നില്ലാതെ പറയുന്നവളെ കണ്ട് പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കശ്യവും പവിയും സോഫയിലേക്കിരുന്നു. അല്ല, പെണ്ണും പിടക്കോഴിയുമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ടപ്പോൾ നിന്ന നിപ്പ് ഇതെന്ത് മാജിക്കാണ് മോനെ കാശിക്കൂട്ടാ. അത് ഞാനും അമ്മയും പോലും അറിഞ്ഞില്ലല്ലോ ഇങ്ങനൊരു റിലേഷൻ്റെ കാര്യം. പവിയുടെ ചോദ്യം കേട്ട് കാശി പതിയെ പുഞ്ചിരിച്ചു. പിന്നെ പറഞ്ഞു തുടങ്ങി. അതിന് നീ കരുതും പോലെ ഞങ്ങൾ തമ്മിൽ നേരത്തെ റിലേഷനിലൊന്നും ആയിരുന്നില്ല. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രഷ് തോന്നിയിട്ടുമുണ്ട്. പക്ഷേ അവളുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞതോടെ എനിക്കെന്തോ അത് ശരിയാവില്ലെന്ന് തോന്നി. അതോടെ ഞാനായിട്ട് തന്നെ അവളെ മറവിക്ക് വിട്ടുകൊടുത്തതുമായിരുന്നു. അല്ല, അതിനിപ്പോൾ അത്രയും വലിയൊരു ബാക്ക്ഗ്രൗണ്ട് എന്താ അവൾക്ക്? പവി പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ വിശ്വനാഥൻ്റെ മകളാണ്. വാട്ട്? താൻ കേട്ടത് തെറ്റിപ്പോയതാണോ എന്ന ചിന്തയിലായിരുന്നു പവി. കാരണം ബിൽഡർ എന്ന പേരുണ്ടെങ്കിലും മയക്കുമരുന്നും പെൺവാണിഭവും വരെ ചെയ്ത് കാശുണ്ടാക്കുന്ന വിശ്വനാഥനെ പോലെ ഒരാളുടെ മകളെ തൻ്റെ അനിയൻ ഭാര്യയാക്കി എന്നത് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അതേടാ, അവൾ അയാളുടെ മകൾ തന്നെയാണ്. ഇതറിഞ്ഞിട്ടും നീ എന്തിനാ ഇങ്ങനെയൊരു വിവാഹത്തിന്? പവിക്ക് സംശയം തീരുന്നേ ഉണ്ടായിരുന്നില്ല. വേണ്ടി വന്നു. തുടർന്ന് അവൾ തൻ്റെ അടുത്തേക്ക് വരുന്നതും താൻ വിശ്വനാഥനെ ചെന്ന് കണ്ട് സംസാരിച്ചതും അവളുടെ അവസ്ഥ മനസ്സിലായതോടെ എന്നോ വേണ്ടെന്ന് വെച്ച് അവളോടുള്ള ഇഷ്ടം വീണ്ടും തലപൊക്കിയതും അവളെ താലി ചാർത്തിയതും ഒടുവിൽ അവൾ അത് പൊട്ടിച്ചു കളഞ്ഞു പോകുമെന്ന അവസ്ഥയിൽ രജിസ്റ്റർ മാരേജ് ചെയ്തതും വരെയുള്ള സകല കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ തന്നെ അവൻ പവിയോട് പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. 1-2 ദിവസം കൊണ്ട് തൻ്റെ അനിയൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ കേട്ട്
അന്തം വിട്ടിരിക്കുകയായിരുന്നു പവിയപ്പോൾ. പാല് തിളച്ച് സ്റ്റൗവിലേക്ക് വീണ ഒച്ച കേട്ടപ്പോഴായിരുന്നു ഏതോ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയായിരുന്ന നിത സ്വബോധത്തിലേക്ക് വന്നത്. അവൾ പെട്ടെന്ന് ഗ്യാസ് ഓഫാക്കിയിട്ട് അതിലേക്ക് പഞ്ചസാരയും കോഫി പൗഡറും ഒക്കെ ചേർത്തു. അപ്പോഴും അവളുടെ ചിന്ത മുഴുവൻ പാർത്ഥിവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. കശ്യപിന്റെ ചേട്ടൻ ഒരിക്കലും അവനായിരിക്കുമെന്ന് അവൾ കരുതിയിരുന്നതേയില്ല. കാരണം ഇതുവരെ അവളുടെ മനസ്സിൽ അവനൊരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബെഡ്റൂമിൽ ഫ്രെയിം ചെയ്തു വെച്ച ചിത്രത്തിൽ ഉത്തരയ്ക്കും കശ്യപിനും ഒപ്പമിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ആ ചിന്തകളെല്ലാം തച്ചുടയ്ക്കുന്നതായിരുന്നു ഇന്നത്തെ ഈ കൂടിക്കാഴ്ച എന്നവൾ ഓർത്തു. വീണ്ടും പാർത്ഥിവിന്റെ മുഖം മനസ്സിലേക്ക് വന്നതും എന്തിനോ അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു. കണ്ണിൽ നിന്നും ഒരിറ്റ് നീർ പൊടിഞ്ഞ് അവളുടെ കവിളിനെ നനയിച്ചുകൊണ്ട് താഴേക്കൊഴുകി. കോഫി ആയില്ലേ ഭാര്യയെ? അവളുടെ അനക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് കിച്ചണിലേക്ക് കയറി വന്ന കശ്യപിന്റെ സ്വരമായിരുന്നു അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയെങ്കിലും അത് ഭാവിക്കാതെ അവൾ വേഗം 2 കപ്പുകളിലേക്കായി കോഫി പകർന്നു. ദാ. പവിയുടെ മുന്നിലേക്കുള്ള പോക്കൊഴിവാക്കാനായി കപ്പ് 2ഉം അവന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ആ, അതെന്ത് പരിപാടിയാ? വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇങ്ങനെ അടുക്കളയിൽ കയറി നിൽക്കുവാണോ വേണ്ടുന്നത്? നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ സ്വീകരിക്കേണ്ടത് എൻ്റെ ഭാര്യയല്ലേ? അവന്റെ പറച്ചിൽ കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ നിത അവന്റെ മുഖത്തേക്ക് നോക്കി. നിന്ന് കണ്ണുരുട്ടാതെ വാടോ, അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വേറെ നിവൃത്തിയില്ലാതെ അവനൊപ്പം നടക്കുമ്പോൾ നിതയിലാകെ വല്ലാത്തൊരു വിറയൽ പടർന്നിരുന്നു. കോഫി. സോഫയിലിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന പവിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അവൻ വേഗം ഫോൺ മാറ്റി വച്ചൊരു പുഞ്ചിരിയോടെ അവളിൽ നിന്ന് കപ്പ് വാങ്ങി. അടുത്ത കപ്പ് കശ്യപിന് നൽകിയിട്ട് റൂമിലേക്ക് പോകാമെന്ന് കരുതി നിൽക്കുമ്പോഴായിരുന്നു അവൻ അവളെ പിടിച്ച് തൻ്റെ അരികിലേക്ക് ഇരുത്തിയത്. എന്താ മോളുടെ മുഖത്തൊരു ടെൻഷൻ പോലെ? വല്ലാതെ വിമ്മിഷ്ടപ്പെട്ടെന്ന പോലെ മുന്നിലിരിക്കുന്ന പെണ്ണിനെ നോക്കി പവി അലുവോടെ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, നല്ല തലവേദനയുണ്ട്, അതാ ഞാൻ. പെട്ടെന്ന് വായിൽ വന്നൊരു കള്ളം പറഞ്ഞിട്ട് അവൾ മുഖം കുനിച്ചിരുന്നു. എന്നിട്ട് താൻ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പനിയോ മറ്റോ ഉണ്ടോ? അവൾ പറഞ്ഞത് കേട്ടതും കശ്യപ് ടെൻഷനോടെ അവളുടെ നെറ്റിയിലും കഴുത്തിലുമൊക്കെ തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു. പവിയുടെ മുന്നിൽ വെച്ച് കൂടിയായതുകൊണ്ടോ എന്തോ അവന്റെ സ്പർശനം പോലും നിതയിൽ വല്ലാത്ത അസ്വസ്ഥത നിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളോടുള്ള അവന്റെ കരുതൽ നോക്കിയിരിക്കെ പവി മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിക്കുകയായിരുന്നു. മോളുടെ കാര്യങ്ങളൊക്കെ കാശി പറഞ്ഞു. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ഇവന്റെ കൂടെ ജീവിക്കുമ്പോൾ മോൾക്കൊരിക്കലും കണ്ണു നിറയ്ക്കേണ്ടി വരില്ല. എൻ്റെ അനിയനായോണ്ട് പറയുമല്ല, ഈ എടുത്തുചാട്ടമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാ കേട്ടോ. ഇനി അഥവാ ഇവൻ മോളുടെ അടുത്ത് എന്തേലും വിളച്ചിലെടുത്താൽ അപ്പോൾ തന്നെ ഏട്ടനെ വിളിച്ചാൽ മതി. ബാക്കി കാര്യം ഞാനേറ്റു. ഓ, വിളിച്ചു പറയേണ്ട താമസമല്ലേ ഉള്ളൂ. മോളുടെ ഏട്ടൻ വന്നെന്നെ അങ്ങ് മൂക്കിക്കയറ്റിക്കളയാൻ. പവിയുടെ പറച്ചിൽ കേട്ടതും കാശി അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. കൂടുതലങ്ങ് പുച്ഛിക്കണ്ടട നാറി. സംശയമുണ്ടെങ്കിൽ നീ എൻ്റെ കൊച്ചിന് എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്ക്. നിനക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം മൂക്കിൽ കയറ്റുമോ വായിൽ കയറ്റുമോന്ന്. മോൾക്ക് തലവേദനയാണെന്നല്ലേ പറഞ്ഞത്? കുറച്ചു നേരം ചെന്ന് കിടക്ക്. ആദ്യം കാശിയോടും പിന്നീട് നിതയോടുമായി പവി പറഞ്ഞതും വല്ലാത്തൊരാശ്വാസത്തോടെ അവൾ എണീറ്റ് റൂമിലേക്ക് നടന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും അവനിൽ നിന്നും ഒന്ന് ഓടി ഒളിച്ചാൽ മതിയെന്നായിരുന്നു അപ്പോൾ. അതുകൊണ്ട് തന്നെ മുറിയിലേക്ക് കയറിയുടൻ അവൾ ഡോറടച്ച് ബോൾട്ടിട്ടു. ഒരു തളർച്ചയോടെ ബെഡിൽ വന്നിരുന്നതും അവളുടെ കണ്ണുകൾ ചുവരിലെ ചിത്രത്തിലേക്ക് പാഞ്ഞു. പുറത്തിരിക്കുന്നവനാണ് പാർത്ഥിപ്പെങ്കിൽ ഇതാരാവും ദൈവമേ? അവൾ സ്വയം ചോദിച്ചു. പിന്നെയും ചിന്തകളുടെ ഭാരമേറിയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തൊരു വിധിയാണ് ദൈവമേ എൻ്റേത്. ചേട്ടനെ മോഹിച്ചിട്ട ഒടുവിൽ അനിയന്റെ താലിക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. ഈ താലിയും കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ കഴിയുമോ എനിക്ക്? എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവൾ ആരോടൊന്നില്ലാതെ പുലമ്പി. നെഞ്ചിനെ ആകെ വല്ലാത്തൊരു വേദന കാർന്നു തിന്നുന്നു. കണ്ണുനീരിനെ പിടിച്ചു കെട്ടാതെ നൊമ്പരം തീരും വരെ അലമുറയിട്ട് കരയാൻ അവളുടെ ഉള്ളു വെമ്പി. സമയമേറെ കടന്നുപോയി. ഈ നേരമൊക്കെയും നിതയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും അവളെ കശ്യപിന്റെ ഭാര്യയായി മറ്റുള്ളവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിനെക്കുറിച്ചുമൊക്കെ തകൃതിയായി ആലോചിക്കുകയായിരുന്നു പുറത്തിരിക്കുകയായിരുന്ന പവിയും കശ്യപും കൂടി. പക്ഷേ ഇതൊന്നും അറിയാതെ കരഞ്ഞു കരഞ്ഞ് എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു നിത. അല്ല, നീ ഇനി എങ്ങോട്ടാ? ഏറെ നേരത്തിന് ശേഷം തിരികെ പോകാനിറങ്ങിയ പവിയോടായി കശ്യപ് ചോദിച്ചു. ഇപ്പോൾ നൂപുരയിലേക്കാ. അമ്മയും കൂടി കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാം. അല്ലട ചേട്ടാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? പെട്ടെന്നുള്ള കാശിയുടെ മുഖത്തെ ഭാവവ്യത്യാസം ശ്രദ്ധിച്ചുകൊണ്ട് പവി ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അല്ല, കുറച്ചു നാളായിട്ട് നിനക്ക് അങ്ങോട്ട് പോകാൻ വല്ലാത്ത താല്പര്യമാണല്ലോ. അത് അമ്മയെ കാണാൻ തന്നെയാണോ, അതോ ഇനി വേറെ വല്ല ചുറ്റിക്കളിയുമുണ്ടോ? ആ, ഉണ്ടടാ. എനിക്ക് നിന്റെ അമ്മായിയമ്മയായിട്ട് ചെറിയൊരു ചുറ്റിക്കളിയുണ്ട്. എന്തേ? പുച്ഛഭാവത്തിൽ അവൻ പറഞ്ഞത് കേട്ടതും കാശി പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. നീ ആരോട് ചുറ്റിക്കളിക്കാൻ പോയാലും അവരുടെ നേരെ പോവല്ലേ മോനെ.
ആ പാവം പണ്ടൊന്ന് ചുറ്റിക്കളിച്ചതിൻ്റെ ഇപ്പോഴും വിശ്വനാഥന്റെ കാൽച്ചുവട്ടിൽ കിടന്നിങ്ങനെ നരകിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നീയും കൂടി അവർക്കിട്ട് പണി കൊടുക്കുന്നതിൽ ഭേദം അവരെ അങ്ങ് കൊന്നുകളയുന്നതാ. കശ്യപ് ചിരിയോടെ പറയുന്നത് കേട്ട് പവിയും ചിരിച്ചു. എന്നാ ശരി മോനെ അനിയ. പിന്നെ പറഞ്ഞതൊന്നും മറക്കണ്ട. അധികം വൈകാതെ കല്യാണം കഴിഞ്ഞ കാര്യം എല്ലാവരെയും അറിയിച്ച് പെട്ടെന്ന് തന്നെ ആ കൊച്ചിനെയും കൂട്ടി വീട്ടിലോട്ട് പോരാൻ നോക്ക്. ആദ്യം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എല്ലാം ശരിയാക്കിക്കൊള്ളാമെടാ. അത് മാത്രമല്ല, നിതയ്ക്കും എൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം അംഗീകരിക്കാൻ കുറച്ച് സമയം വേണം. അതുകൂടി കൊണ്ടാ തൽക്കാലം ആരും അറിയണ്ടെന്ന് ഞാൻ കരുതിയത്. അതുകൊണ്ട് പൊന്നുമോൻ ഓടിച്ചെന്ന് അമ്മയോട് പറയാനൊന്നും നിൽക്കണ്ട ഈ കാര്യം. സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. ഓ, ഉത്തരവ്. പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് പവി കാറിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. കശ്യപ് നോക്കി നിൽക്കെ ആ കാർ അകന്നുപോയി. കശ്യപ് തിരികെ മുറിയിലേക്ക് വരുമ്പോഴും നിത നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. കൈകൾ കൂപ്പിയ നിലയിൽ കവിൾത്തടത്തിനരികിൽ വെച്ച് ചരിഞ്ഞു കിടന്നുറങ്ങുന്ന ആ പെണ്ണിനെ ഒന്ന് നോക്കി നിന്നിട്ട് അവനും പതിയെ അവൾക്കരികിലേക്ക് കിടന്നു. പിന്നെ അവളുടെ ഉറക്കം മുറിയാതെ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വേദനിപ്പിക്കുകയാണെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയോ കഴിയൂ. ഇപ്പോൾ നിന്റെ മനസ്സിൽ നിറയെ എന്നോടുള്ള വെറുപ്പാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോട് നിന്റെ അച്ഛൻ്റെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞാൽ നീ ഒരിക്കലും വിശ്വസിക്കില്ല. അതൊക്കെ നിന്നെ ചതിക്കാൻ വേണ്ടി ഞാൻ മെനഞ്ഞുണ്ടാക്കുന്ന കഥകളാണെന്നേ നീ കരുതൂ. അതുകൊണ്ടാ ഞാനായിട്ട് നിന്നോടൊന്നും പറയാൻ ശ്രമിക്കാത്തത്. ഒന്നുകിൽ നീ ആയിട്ട് തന്നെ എല്ലാ സത്യങ്ങളും അറിയും, അതല്ലെങ്കിൽ ഞാൻ പറയും. പക്ഷേ അതിനു മുന്നേ എന്നോടുള്ള നിന്റെ ഈ വെറുപ്പ് മാറി പകരം അവിടെ സ്നേഹവും വിശ്വാസവും നിറഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നതുവരെ എല്ലാം ഇങ്ങനെയങ്ങ് മുന്നോട്ട് പോട്ടെ പെണ്ണേ. അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞതിനൊപ്പം തന്നെ കശ്യപിന്റെ അതരങ്ങൾ പലതവണ ആ പെണ്ണിന്റെ നെറുകയിൽ അമർന്നുകൊണ്ടിരുന്നു.